ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. അപ്പോൾ അടിപൊളിയൊരു വീഡിയോ ആണ്. ഇപ്പോൾ രാവിലെ കുറച്ച് നമ്മൾ ഇന്നലെ രാത്രി കടല വെള്ളത്തിലിട്ടിരുന്നു നമ്മൾ ഗ്രീൻ പീസ്. അപ്പോൾ അത് കുറച്ചധികം തന്നെ ഇട്ടിരുന്നു. അപ്പോൾ ഇന്ന് കറിക്ക് കുറച്ച് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ മുളപ്പിക്കാൻ വേണ്ടി ഒരു ബോക്സിൽ ഇട്ട് വെക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു എന്താ പറയുക ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും ഒന്ന് വെച്ചതിന് ശേഷം വെള്ളമൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി ഒന്ന് ചെറുതായി വെള്ളം ഉണ്ടായാലും കുഴപ്പമില്ല, നമുക്ക് മുളച്ച് വരേണ്ടതാണല്ലോ. അപ്പോൾ ബോക്സിൽ അടച്ച് വെക്കുകയാണ്. അപ്പോൾ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ചെറുതായി മുള വരും. അപ്പോൾ നമുക്ക് ഒരുപാട് ഹെൽത്തിയും കൂടിയാണല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ചധികം തന്നെ വെള്ളത്തിലിട്ടിരുന്നു. അങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും അതുപോലെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഉലുവയും വലിയ ജീരകവും എണ്ണയിലിട്ടൊന്ന് പൊട്ടിച്ചിരുന്നുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റും ഒരു മണവും കൂടിയുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ. അതൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട്. അതും കൂടി ഒന്ന് ശരിയാക്കി വെക്കുകയാണ്. കുറച്ച് അമ്പായങ്ങയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നോമ്പൊക്കെ വരികയാണല്ലോ, ഒന്ന് ഉപ്പിട്ട് വെച്ച് പിന്നെ കുറച്ച് സുർക്കയും ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഒരുപാട് അങ്ങനെ ചേരുവകളൊന്നും ചേർക്കണില്ല കേട്ടോ. അച്ചാറിലേക്ക് പൊടി അങ്ങനെയൊന്നും ഇട്ട് കൊടുക്കണില്ല. വെറുതെ കുറച്ച് വെള്ളവും സുർക്കയും ചൂടുവെള്ളം ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോമ്പാകുമ്പോൾ ഇങ്ങനെയൊക്കെയല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് എരിവും പുളിവൊന്നും ഇല്ലാതെയാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് ശേഷം കുറച്ച് ചക്കട കുരു വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ലോണം പഴുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ കുരുവാണ്. അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കി അതും കൂടെ ഒന്ന് ഉണക്കാൻ വെക്കുകയാണ്. അങ്ങനെ നമ്മൾ കുറച്ച് ആ സമയത്ത് തന്നെ നമ്മൾ അലക്കാൻ ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങാനിട്ട് എന്താ പറയുക മുകളിൽ കൊണ്ടുപോയി വെക്കുകയാണ്. അപ്പോൾ മുകളിൽ അങ്ങനെ കുറച്ച് വെയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ അടിയിലൊന്നും അങ്ങനെ കൂടുതൽ വെയിലില്ല. അപ്പോൾ മുകളിലാണിത് നമ്മൾ ഉണങ്ങാൻ വെക്കൽ. അങ്ങനെ തുണികളൊക്കെ ഇട്ട് ചുറ്റുവട്ടം ഒന്ന് വെറുതെ നോക്കിയപ്പോൾ നമുക്ക് അടക്കാപ്പഴം നന്നായി ഒരുപാട് അങ്ങ് പഴുത്തിട്ടൊന്നുമില്ല. ഈ സമയത്താണ് അത് നല്ല മധുരവും പുളിയും എല്ലാം കൂടി ചേർന്നൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അടക്കാപ്പഴം ഒരുപാട് അങ്ങ് പഴുക്കണത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് മണിത്തക്കാളിയും പച്ചമുളകും ഒക്കെ അറുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ മുകളിൽ കയറി എന്തെങ്കിലും ജോലിക്ക് പോകുമ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മളെ പൂച്ചക്കുഞ്ഞുങ്ങളെ വിരട്ടി ഓടിക്കണ ഒരു വലിയ പൂച്ച വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെ പൂച്ചക്കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഈ പൂച്ചക്ക് ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ ചുറ്റുവട്ടത്തു കൂടിയൊക്കെ വന്നാൽ ഞാൻ ആട്ടി ഓടിക്കും. അപ്പോൾ നമ്മളെ പൂച്ചക്കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളാണല്ലോ. അപ്പോൾ കാണുമ്പോൾ തന്നെ അവർക്ക് ഇതിനെ കാണുമ്പോൾ പേടിയാണ് കേട്ടോ. അത് തക്ക നോക്കിയിരിക്കുകയാണ്, ഇവർ പുറത്തിറങ്ങണത് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ചിരങ്ങ കിട്ടിയിട്ടുണ്ട്. അത് എന്താ പറയുക നോലം വെച്ച് നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് അടിപൊളിയായിട്ടൊരു കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി പച്ചമുളകും ഉപ്പും മാത്രം ചേർത്തൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ മിക്സിയിൽ തേങ്ങ അരച്ച് അതിൻ്റെ പാലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒന്ന് വറവിട്ട് കൊടുക്കുകയാണ്. കടുകും കറിവേപ്പിലയും കൂടി ഒന്ന് എന്താ പറയുക വറ്റൽമുളക് ഇട്ട് കൊടുക്കാൻ ഇവിടെ ഇല്ല കേട്ടോ. അപ്പോൾ അത് കാരണം പിന്നെ അത്യാവശ്യം എരിവൊക്കെ ഉണ്ട് പച്ചമുളകിൻ്റെ. അപ്പോൾ ഇന്ന് കോളിഫ്ലവർ പൊരിക്കുകയാണ്. അതിന് വേണ്ടി നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുറച്ചധികം വലിപ്പത്തിൽ തന്നെ നമ്മൾ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടുവെള്ളത്തിലൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അങ്ങനെ തിളച്ചതിന് ശേഷം നമ്മളതൊന്ന് ഹോളിലെ പാത്രത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് തിളക്കൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് നന്നായി ഒന്ന് ചൂടായി കിട്ടിയാൽ മതി വെള്ളം. പിന്നെ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാല അതുപോലെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെന്താ പറയുക ചെറുനാരങ്ങ നീരും പിന്നെ 2 മുട്ടയുടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം മഞ്ഞൾക്കരി ഇട്ട് കൊടുത്താൽ ഒരുപാട് പച്ചമണം ആവുള്ളൂ. പിന്നെ കോൺഫ്ലവറും എല്ലാം ഇട്ട് പിന്നെ 2 സ്പൂണ് അരിപ്പൊടിയൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമ്മളതിലേക്ക് കോളിഫ്ലവർ ഇട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷം അത് പൊരിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള നമ്മൾ കോളിഫ്ലവർ പൊരിച്ചെടുത്തിട്ടുണ്ട്. അരിപ്പൊടി ചേർക്കുക കാരണം നല്ല ക്രിസ്പിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം നമ്മൾ അടക്കാപ്പഴം തൊലി കളഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഉപ്പും ചേർത്ത് ഇടിച്ചെടുക്കുന്നുണ്ട്. നമ്മളെ ശ്വാസകോശത്തിലെ കഫക്കെട്ടൊക്കെ പോകുമെന്ന് പറയണ കേൾക്കാം കേട്ടോ. എങ്കിലും ഇത് നല്ല ടേസ്റ്റും കൂടിയാണ്. കുരുമുളക് നന്നായി ഇടിച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു 2 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് പഴുത്തിട്ടില്ലാത്ത കാരണം നല്ല ടേസ്റ്റാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോലെ. ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം.